അപ്പോൾ നമ്മളിന്നും ബ്രൈഡൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയുടെ എത്രത്തോളം കയറ്റി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക. നന്നായിട്ട് കയറ്റിയിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. ഹംസ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് അതിലേക്ക് ഇതേപോലെ നമ്മൾ വെർട്ടിക്കൽ ലൈന് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ആർച്ച് പോലെ വരയ്ക്കാൻ വേണ്ടി ഒരു ഡോട്ടഡ് ലൈൻ കൂടി ഇടുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആർച്ച് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഒരു ലൈനേ കൊടുക്കുന്നുള്ളൂ. സ്പേസ് അധികമുള്ളവരാണെങ്കിൽ 2 ലൈനൊക്കെ കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ലോട്ടസ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ അതിലേക്ക് കറക്റ്റ് ഫിറ്റായിട്ട് വരുന്ന രീതിയിൽ ലോട്ടസ് ചെയ്യുക. എല്ലാത്തിലും ഓരോ ലോട്ടസ് വീതം നമുക്ക് ചെയ്ത് കൊടുക്കുക. അത് ലോട്ടസിന് പകരം വേറെ ഏതെങ്കിലും ഫ്ലവറോ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കുക കേട്ടോ. ലോട്ടസൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഓക്കെ, ലോട്ടസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ടർ പോർഷൻ നമ്മളൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രഷറിങ് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരേപോലെ പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ ചെയ്തെടുക്കുക. പുറത്തേക്കോ ആവരുത്, ഡിസൈൻ്റെ ഉള്ളിലേക്കോ ആവരുത്. അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബോർഡർ കൂടെ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ ഡോട്ട്സും ഡ്രോപ്പും കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ മാത്രം ഡ്രോപ്പ് കൊടുക്കുക, ബാക്കിയുള്ളിടത്തൊക്കെ ഡോട്ടും കൊടുക്കുക. ഇനി ബോർഡർ വരച്ചു കൊടുക്കാം. ഒരു 6 ലൈന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിലുള്ളതൊന്ന് തിക്ക് ലൈനാക്കി മാറ്റാം. വീണ്ടും നമ്മൾ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വലിയ ഹംസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊരു ബോർഡർ വരയ്ക്കുക. അതൊന്ന് തിക്കാക്കി എടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ലൈൻ തന്നെ കൊടുക്കുന്ന 2 ലൈന് കൊടുത്തിട്ട് അതിന് മുകളിൽ വീണ്ടും ഹംസ് തന്നെ കൊടുത്തു. ഇനി കുറച്ചധികം ഗ്യാപ്പ് കൊടുത്തിട്ട് താഴേക്ക് ഹംസ് അപ്ലൈ ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വലിയ ഗ്രിഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയ ചിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഡ്രോപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സിന് പകരം വേറെ ഏതെങ്കിലും വെയിൻസ് യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എല്ലാത്തിലും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഓപ്പോസിറ്റിലും സെയിം തന്നെ ചെയ്യാണ്. കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഡിസൈൻ കയറി നിൽക്കുന്ന പോലെ ചെയ്യണ്ട. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഡ്രോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. സ്റ്റാർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ബോർഡർ